കോഴിക്കോട് മാറാട് ഭജനമഠം അടിച്ചു തകർത്ത് വിഗ്രഹങ്ങൾ നശിപ്പിച്ച പ്രതി നവാസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഭജനമഠത്തിൽ പ്രവേശിച്ച പ്രതി നവാസ് ഗുരുസ്വാമിയെ മർദ്ദിച്ച ശേഷം ആരെയും വെച്ചേക്കില്ല എന്നും നിങ്ങൾ ആരും ഇവിടെ വേണ്ടെന്നും ഭീഷണി മുഴക്കിയെന്ന് മർദ്ദനത്തിൽ പരിക്കേറ്റ ഗുരുസ്വാമി ശ്രീനിവാസൻ ജനം ടിവിയോട് പറഞ്ഞു. അതേസമയം കേസിൽ പഴുതടച്ച അന്വേഷണം നടത്തുമെന്ന് മാറാട് പോലീസ് വ്യക്തമാക്കി. ഭജനമഠം അടിച്ചു തകർത്ത പ്രതി നവാസ് പോലീസ് പിടിയിലാകുന്ന സമയത്ത് പറഞ്ഞത് താൻ മുഹദ്ദീൻ സംഘടനയിൽപ്പെട്ട ആളാണെന്നും തന്നെ തൊട്ടാൽ വിവരമറിയുമെന്നുമായിരുന്നു. എന്നാൽ ഷൈഖ് മുഹദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി എന്ന പ്രമുഖ സൂഫി വാര്യന്റെ അപവാദങ്ങളെ വാഴ്ത്തുന്നതാണ് മുഹദ്ദീൻ മാല എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്നവരാണ് മൊയ്തീൻ സംഘടനയിൽപ്പെട്ടവരെന്നാണ് പുറത്തുവരുന്ന സ്ഥിരീകരിക്കാത്ത വിവരം. മാത്രമല്ല, ഭജനമഠത്തിൽ നിന്ന് ഇത്തരക്കാരുടെ കയ്യിലുണ്ടാകുന്ന തരത്തിലുള്ള മാലയും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയുടെ കയ്യിൽ നിന്ന് ഒരു അറബി പുസ്തകവും പോലീസ് കണ്ടെത്തിയിരുന്നു. ഭജനമഠത്തിൽ പ്രവേശിച്ച ഉടനെ പ്രതി പറഞ്ഞിരുന്നത് ആരെയും വെച്ചേക്കില്ല എന്നായിരുന്നുവെന്ന് മർദ്ദനത്തിൽ പരിക്കേറ്റ ഗുരുസ്വാമി ശ്രീനിവാസൻ ജനം ടിവിയോട് പറഞ്ഞു. പാഞ്ഞ് കയറി വന്നിട്ട് ഈ തുളസിസാർ എടുത്ത് എറിഞ്ഞാൽ മുള്ളിലുള്ള അങ്ങനെ ഉള്ളോട്ട് പാഞ്ഞ് കയറിയപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അച്ഛൻ അവിടെ നിന്ന് തുടങ്ങിയ അടിയൊക്കെ അടിക്കും ചവിട്ടിയപ്പോൾ നിങ്ങളെ ആരും ഇവിടെ വെക്കൂല, നിങ്ങളൊന്നും ഇവിടെ വേണ്ട, എല്ലാത്തിനും ഇവിടെ ഭയപ്പെടുക, എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അവിടെ ഞാൻ ചവിട്ടലും കുത്തലും എല്ലാം കഴിഞ്ഞു. അതേസമയം കേസിൽ പഴുതടച്ച് അന്വേഷണം നടത്തുമെന്നും പ്രതിയുടെ ഫോൺ രേഖകളും യാത്രാവിവരങ്ങളടക്കം വിശദമായി പരിശോധിക്കുമെന്നും DCP വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.